മെഡിക്കൽ ഓഫീസർമാർക്ക് സംസാരിക്കുമ്പോൾ ഈ സൂപ്രണ്ടുമാരൊക്കെ സംസാരിക്കുമ്പോൾ വളരെ നിസ്സാരവൽക്കരിച്ച് വളരെ ലാഘവം. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. എല്ലാ ഓഫീസേഴ്സും അങ്ങനെയല്ല. അല്ല, അത് തെറ്റായിട്ടുള്ള കാര്യം. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അതായത് ആർദ്രം എന്ന മിഷന്റെ വാക്കിന്റെ അർത്ഥം ആർദ്രതയാണ്, മനസ്സിന്റെ ആർദ്രതയാണ്. എത്രയോ പേരുകൾ ഇടാമായിരുന്നു. ആർദ്രം എന്ന് പറഞ്ഞാൽ ആർദ്രതയാണ്. ശരീരത്തിന്റെ രോഗത്തിന് മനസ്സിനും, അതായത് എനിക്കിപ്പോൾ ഒരു പനി ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സും അതുപോലെ എനിക്കൊരു വിഷമം ഉണ്ടാവും. മറ്റു രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാനസിക വിഷമമുണ്ട്, ഇമോഷണലായിട്ട് പ്രശ്നമുണ്ടാകും, ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആർദ്രതയോടെയുള്ളൊരു സമീപനം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ അല്ല. ദയവായിട്ട് അത് അങ്ങനെ കാണരുത്. അതായത് ഇപ്പോൾ എത്ര ഡോക്ടേഴ്സ്, ജയകുമാർ ഡോക്ടറെ പോലെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ എങ്ങനെയാണെന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് പണം എടുത്തു കൊടുത്ത് ആംബുലൻസിന് പൊയ്ക്കോളൂ എന്ന് പറയും. എത്ര ഡോക്ടർമാരെന്നറിയോ, ഭക്ഷണം ചിലപ്പോൾ രാവിലെ വന്ന് നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിച്ച് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പണം എടുത്തു കൊടുക്കുന്ന ഡോക്ടേഴ്സ് എത്ര പേരുണ്ടെന്ന് അറിയാമോ? നമ്മളുടെ ഈ റോഡ് പോയി നിൽക്കുന്ന കൂടലിൽ നിന്ന് തൊട്ടപ്പുറത്താണ് കലഞ്ഞൂരിൽ വിദ്യ എന്ന ഒരു പെൺകുട്ടി. ഒരു രാത്രി സമയത്താണ് അവളെ, ഇവിടുന്ന് അധികം കിലോമീറ്റർ ഇല്ല, കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. അവളെ രാത്രിയിൽ ഭർത്താവ് ആക്രമിച്ചു, വെട്ടുകത്തി കൊണ്ട് കൈ രണ്ടായിട്ട് വേർപിരിഞ്ഞു. ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ ചെന്ന് നിന്നു. ഇത് യാഥാർത്ഥ്യമാണ്, ഇത് കൺമുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അവളുടെ വിദ്യയും അവളുടെ 10 വയസ്സുള്ള മകനും അച്ഛനും അമ്മയും അവിടെയുണ്ട്. തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ പറഞ്ഞു 10 ലക്ഷം രൂപ വേണം. ആലോചിച്ച് നോക്കുക, 10 ലക്ഷം രൂപ എവിടെ നിന്നാണ് എടുക്കുക? ഉടനെ അവർ വിളിച്ചു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സജ്ജമാക്കി 8 മണിക്കൂർ നീണ്ടുന്ന സർജറി ചെയ്തു. മൾട്ടിപ്പിൾ സർജറി ചെയ്തു. ഞാൻ ഈ ആദ്യ സർജറി കഴിഞ്ഞ് വിദ്യയെ പോയി കണ്ടു. വിദ്യയ്ക്ക് അത് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ICUവിലാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ആ ഞരമ്പുകളിലൂടെ രക്തമൊഴുകി 10 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് 1 രൂപ പോലും ചെലവില്ലാതെ ആ വിദ്യയെ ആരോഗ്യവകുപ്പ് ചേർത്ത് പിടിച്ചു. അതേ ആശുപത്രിയുടെ ഈ സർജറി നടന്നതിൻ്റെ അടുത്ത ഫ്ലോറിൽ ഇന്റർവെൻഷണൽ ന്യൂറോളജി എന്നൊരു വിഭാഗമുണ്ട്. പക്ഷാഘാതം വന്നാൽ 15-20 ലക്ഷം രൂപ, അതായത് വലിയ രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ്. അവിടെ ആ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ സ്വകാര്യ മേഖലയിൽ 15-20 ലക്ഷം രൂപ ചെലവാണെങ്കിൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ സൗജന്യമായിട്ട് APL വിഭാഗത്തിന് ഏറ്റവും മിതമായ നിലയിൽ ഇത് ലഭ്യമാണ്. കഠിനാധ്വാനം ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്, 24 മണിക്കൂറും ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അതുപോലെയുള്ള DHSലും ഉണ്ട്, DMEലും ഉണ്ട്. അങ്ങനെ അല്ലാത്ത ചിലരും ഉണ്ട്. ഈ അങ്ങനെ അല്ലാതുള്ളവർക്കെതിരെ പല വീഴ്ചകളും ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ട് ഇതാ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് ഒരു കടുത്ത നടപടി എടുത്ത് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പൊതുസമൂഹത്തിന് ചട്ടപ്രകാരം നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? സസ്പെൻഷനാണ് ആദ്യത്തേത്, അല്ലേ? ചട്ടപ്രകാരം ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സസ്പെൻഷന് ശേഷം അതിൻ്റെ കൃത്യമായ നിയമപ്രകാരമുള്ള നടപടികളിന് ശേഷം എന്ത് ചെയ്യും? നമ്മൾ ആവശ്യമെങ്കിൽ ഡിസ്മിസ് ചെയ്യും, സർവീസിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം തെറ്റ് ചെയ്ത ഡോക്ടർമാർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ചില കേസുകളിലെങ്കിലും കോടതികളിൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അവർ പോയിട്ട് സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഘടനകൾ സമരം നടത്തുന്നുണ്ട്. ഇപ്പോഴും നിസ്സഹകരണ സമരമുണ്ട്, ഇല്ലേ? ആ നിസ്സഹകരണ സമരത്തിന് മുൻപിൽ എന്നാൽ ശരി, നിസ്സഹകരണ സമരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോയോ സർക്കാർ? കാരണം ഞാൻ ആദ്യം പറഞ്ഞൊരു നിസ്സഹായരായിട്ടുള്ള മനുഷ്യരാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ആശുപത്രി, അവർക്ക് വേണ്ടിയിട്ടാണ്. ഈ കണ്ണിൽ പൊടിയിടാന്ന് വെച്ചാൽ പിന്നെ എന്താ ചെയ്യാ പറഞ്ഞാട്ടെ? എന്താണ് കണ്ണിൽ പൊടിയിടാനുള്ള നടപടി എന്ന് വെച്ചാൽ പ്രതിപക്ഷം പറയൂ, എന്താണ് ഇതിൽ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ? അതായത് ഏതോ കാലത്തുള്ള സംഭവം, ഏതോ ഡോക്ടേഴ്സ് ചെയ്ത്, ഏതോ ആരോഗ്യ പ്രവർത്തകർ ചെയ്ത്, പക്ഷെ അത് ആരാണെന്ന് കണ്ടുപിടിച്ചു. ഈ കാലത്ത് കണ്ടുപിടിച്ചിട്ട് അവർക്കെതിരെ നടപടിയെടുത്തു സർവീസിലുള്ള. ഇന്നലെ പറഞ്ഞ ആ ഡോക്ടർ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. പത്തനംതിട്ടയുടെയും ആലപ്പുഴയുടെയും ബോർഡറിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. സർവീസിലുള്ള ഒരു ഡോക്ടർക്കെതിരെയും അവിടുത്തെ സ്ക്രബ് നഴ്സിനെതിരെയും ഞാൻ ഇന്നലെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്ര സ്റ്റാഫ് ഉണ്ടായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് മുഴുവൻ എടുത്തു, എത്ര നഴ്സസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും എടുത്തു. അപ്പോൾ അവർക്കെതിരെ നടപടിയെടുത്തു. ഇനി പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ഇതിൽ അതല്ലാതെ പറയാനായിട്ടുണ്ടോ? കേൾക്കാമല്ലോ. അതല്ലേ ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ. അങ്ങനെ ഈ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ വേറെ ഏതെങ്കിലും നടപടികൾ പ്രതിപക്ഷത്തിന് സജസ്റ്റ് ചെയ്യാനുണ്ടോ? നമ്മൾ സസ്പെൻഷൻ നടപടികൾ സ്വീകരിച്ചു.
അതിനുശേഷം എന്താ ഞാൻ പറഞ്ഞു, ഇത് പോലീസിന് കൈമാറും. എത്ര വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും അത് നടപടിയെടുത്തു പോകുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്, അല്ലേ? എത്ര വർഷങ്ങളാണെങ്കിലും ഏത് കാലത്താണെങ്കിലും അതിലെതിരെ നടപടിയെടുക്കുമെന്നുള്ളതാണ്. ഇതാരാണ് ഈ വാക്കുകൾ പറയുന്നത്? അത് ഈ പറയുന്ന കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, 600 പരാതികൾ എൻ്റെ മുന്നിൽ സ്വകാര്യ ആശുപത്രികൾക്കെതിരെ വന്നിട്ടുണ്ട്. ഇതിലെത്ര പരാതികൾ വാർത്തയായിട്ടുണ്ട്? ഞാൻ പറഞ്ഞ ഇതേപോലെയുള്ള ഒരു സംഭവം ഇതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയായിട്ടുള്ള ഒരു വനിത, ഇതുണ്ടാകാൻ പാടില്ലാത്ത. അതുകൊണ്ടാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ എടുക്കുമെന്നുള്ളത് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇതേ സംഭവം തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലുണ്ടായി. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നെനിക്ക്, ഭൂരിപക്ഷ മാധ്യമങ്ങൾ. ഒരു പത്രത്തിലെന്തോ ഞാൻ ഒരു കോളം വാർത്ത അന്ന് കണ്ടു. പക്ഷേ ഞാൻ അന്നും ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ പ്രസംഗിച്ചിരുന്നു. അത് മസ്കിറ്റോ ഫോർസെപ്സ് പുറത്തെടുത്തത് ആ കേസിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് കേരളത്തിന് പൊതുവായി ഇപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണത്തിലുള്ള ഗണ്യമായ വർധനവൊന്നും നോക്കൂ. കാർഡിയാക് അറസ്റ്റുമായിട്ട് ആശുപത്രികളിൽ എത്തുന്നവരിൽ 30% പേർ നേരത്തെ മരണമടയുമായിരുന്നു. ഇപ്പോൾ ആ മരണനിരക്ക് 6% കുറഞ്ഞു. നേരത്തെ ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. അപൂർവ രോഗങ്ങളുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരൊന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് കാണാൻ ആഗ്രഹമുള്ള മാതാപിതാക്കൾക്ക് അത് സാധിക്കുമായിരുന്നില്ല. കാരണം അതിലൊരു സൗജന്യ ചികിത്സ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. ഓരോ വയലിനും ലക്ഷക്കണക്കിന് രൂപയാണ്. അത് സംസ്ഥാന സർക്കാർ ഫ്രീ ട്രീറ്റ്മെന്റ് പ്രോജക്റ്റ് ആരംഭിച്ചു. കേരള യുണൈറ്റഡ് അഗൈൻസ്റ്റ് റെയർ ഡിസീസസ്. എല്ലാ ഡോക്ടർമാരും അങ്ങനെയല്ല എന്നുള്ളത് ആദ്യം കരുതുക. കാരണം ഇതും സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിട്ടുള്ള പൊതുവായ ഒരു ധാരണ. പക്ഷേ അങ്ങനെ അല്ലാത്ത ചിലരുണ്ട്. അങ്ങനെ അല്ലാത്ത ചിലർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ചെറിയൊരു പരാതി ലഭിച്ചാൽ പോലും, ഒരിടത്ത് ഒരു പരാതി ലഭിച്ചു, അടുത്ത് തൊട്ടു നോക്കുന്നില്ല. കോവിഡ് കാലത്ത് തൊട്ടു നോക്കില്ലായിരുന്നല്ലോ. അതുപോലെ ഇപ്പോൾ ഇന്നലെ ഞാൻ പോയ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ പറഞ്ഞു, ഡോക്ടർ ദൂരെ ഇരുന്നാണ് നോക്കുന്നത്. അങ്ങനെ ഒരാൾ സർവീസിൽ വേണോ എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിക്കണം എന്നുള്ളത് തന്നെയാണ്. എന്നുവെച്ചാൽ കൈ തൊടുന്നില്ല, ദൂരെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ സർവീസിൽ വേണോ? എന്തിനാണ് അങ്ങനെ ഒരാൾ? രോഗമായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള രീതികളില്ലേ? അപ്പോൾ പഴയ ഡോക്ടേഴ്സ്, ഇപ്പം ഡോക്ടർ മാത്യു അയ്യപ്പനെ പോലെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റായിട്ട് HOD ആയിട്ടുള്ള ഡോക്ടർ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. നേരത്തെ ഒരു രോഗം എങ്ങനെ ഡയഗ്നോസ് ചെയ്യും, ഇപ്പോൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നു, ആ വ്യത്യാസം. അപ്പോൾ അതിലുള്ള ഗുണം എന്താ? നേരത്തെ ഒരു ജനറേഷൻ ഓഫ് ഡോക്ടേഴ്സ് അതിന് ഇപ്പോഴും അത് അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നല്ല പെരുമാറ്റം കൃത്യമായിട്ടുണ്ടാകണം. അത് ഉണ്ടായേ മതിയാവുള്ളൂ. നമുക്ക് DHSൽ വിജിലൻസ് വിഭാഗം ഉണ്ടല്ലോ. ഡോക്ടർ രാജേന്ദ്രനാണ് നമ്മുടെ ADHS വിജിലൻസ് വിഭാഗം. ഏറ്റവും കൂടുതൽ കേസുകൾ പരിശോധിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ്. ഈ 24 ന്യൂസ് കൊടുത്തൊരു വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ, 24 ന്യൂസ് ആണോ ഏത്, അങ്ങനെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണെങ്കിൽ അതിൽ 2 ഫയൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ സെയിം ഒരേ കാര്യം പറയുന്നത്, അതിൽ ഒരു കാര്യത്തിൽ ഏതാണ്ട് തീരുമാനം അന്തിമമായിട്ട് ഫയൽ വരുന്നു എന്നുള്ളതാണ്. അത് നോക്കട്ടെ. പക്ഷേ അത് ആരോഗ്യ വകുപ്പിന് DHSന് വർഷങ്ങളായിട്ട് വിജിലൻസ് സംവിധാനമുണ്ട്. ADHS ആണ് അഡീഷണൽ ഡയറക്ടർ വിജിലൻസ് ആണ്. എത്ര കേസുകൾ അതിൽ പരാതി, അതിൽ സ്ട്രിക്ട്നെസ് കൂടി പോകുന്നു എന്നുള്ളതാണ് അവിടെ പരാതിയുള്ളത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിന് അവസാനിച്ചതിന് പിന്നാലെ അവിടെ മന്ത്രി എത്തുകയായിരുന്നു. ആ സമയത്താണ് ആ പ്രതികരണം ഉണ്ടായത്. അക്കമിട്ട് നിരത്തുകയായിരുന്നു. ആരോഗ്യ മേഖലയിൽ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്, എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി നടപടിയെടുത്തിട്ടുണ്ട്, അതല്ലാതെ മറ്റെന്ത് നടപടി എടുക്കണം എന്ന് പ്രതിപക്ഷമെങ്കിലും പറയൂ എന്ന ചോദ്യമാണ് ആരോഗ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.